പഠനത്തെ സീരിയസ് ആയി എടുക്കാത്ത കുട്ടികളോടാണ് എനിക്കിന്ന് സംസാരിക്കാനുള്ളത്. നിങ്ങൾ പലപ്പോഴും പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ലൈഫിൽ മാർക്കൊന്നും മാറ്റർ ചെയ്യില്ലെന്നേ. ശരിയാടോ, ഒരു പരിധിവരെ അത് സത്യം തന്നെയാ. പക്ഷേ അതൊരിക്കലും പൂർണ്ണ സത്യമല്ല. മാർക്ക് മാത്രം ജീവിതം തീരുമാനിക്കില്ല. പക്ഷേ മാർക്ക് അത് പല അവസരങ്ങളുടെയും വാതിൽ തുറക്കുകയും അടക്കുകയും ചെയ്യും. അതാണ് നമ്മൾ പലപ്പോഴും മറന്നുപോകുന്നത്. പഠനം ഇഷ്ടമില്ലാത്തത് ഒരു തെറ്റൊന്നുമല്ല. പക്ഷെ പഠനത്തെ നിങ്ങൾ പൂർണ്ണമായി ഇങ്ങനെ ഇഗ്നോർ ചെയ്യുന്നുണ്ടല്ലോ, അത് വളരെ അപകടകരമാണ്. കാരണം ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ഒരു ചെറിയ കെയർലെസ് ആറ്റിറ്റ്യൂഡ് പോലെ തോന്നാം. പക്ഷേ അത് പിന്നീട് നിങ്ങൾക്ക് തന്നെ ഒരു വലിയ റിഗ്രറ്റായി മാറാൻ സാധ്യത കൂടുതലാടോ. ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, ഇപ്പോൾ പഠിക്കാൻ നിങ്ങൾക്ക് മനസ്സില്ല, ശരി. പക്ഷേ പിന്നീട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം കിട്ടാതിരുന്നാൽ ആ വിഷമം സഹിക്കാനൊക്കെ നിങ്ങൾ തയ്യാറാണോ? എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? ടീച്ചർമാരെ സന്തോഷിപ്പിക്കാനോ? അല്ലെങ്കിൽ നമ്മുടെ പാരൻസിനെ ഇംപ്രസ് ചെയ്യാനോ? ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് തന്നെ ചോയ്സ് ഉണ്ടാകാനാണോ നിങ്ങളോട് പഠിക്കാൻ പറയുന്നത്? ചോയ്സ് ഉണ്ടാകുന്നത് ഒരു വലിയ പ്രിവിലേജാണ്. മാർക്കാകട്ടെ ആ പ്രിവിലേജിൻ്റെ ഭാഗവും. ലൈഫിൽ എല്ലാവരും ഒരേ വഴി പോകേണ്ടതൊന്നുമില്ല. എല്ലാവരും ഡോക്ടർ ആവണം, എൻജിനീയർ ആവണം എന്നൊന്നുമില്ല. പക്ഷേ ഏത് വഴിയിലേക്ക് പോയാലും അതിന് നമ്മൾ ഒരുപാട് എഫേർട്ട് ഇടേണ്ടതുണ്ട്. അത് നമുക്കൊരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. പഠനത്തിൽ എഫേർട്ട് ഇല്ലാത്തവർ ലൈഫിൽ എഫേർട്ട് ഒഴിവാക്കാൻ സാധിക്കുമോ? ഇല്ലല്ലോ. എഫേർട്ട് പിന്നീട് കൂടുതൽ കൂടുതൽ കഠിനമായി മാറും. ഒരു ഹാർഷ് റിയാലിറ്റി എന്തെന്നറിയോ? ഇപ്പോൾ നിങ്ങൾ ഒഴിവാക്കുന്ന ഈ ചെറിയ സ്ട്രഗിൾ ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് തന്നെ വലിയ സ്ട്രഗിളായി തിരിച്ചു വരും. നിങ്ങൾക്കൊക്കെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, പഠിക്കുക എന്ന് പറഞ്ഞാൽ ബോറിംഗ് ലൈഫാണെന്ന്. നിങ്ങളുടെ അറിവെന്ന് പറയുന്നത് അത് നിങ്ങളുടെ പുസ്തകത്തിൽ മാത്രം ഉണ്ടാകുന്ന ഒരു കാര്യമല്ല, അത് നിങ്ങളെ ലോകത്തേക്കാണ് തുറക്കുന്നത്. പഠിക്കാൻ മനസ്സിലാത്ത കുട്ടികൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. മോട്ടിവേഷൻ വന്നാൽ പഠിക്കുമെന്ന് കാത്തിരുന്നാൽ പഠനം ഒരിക്കലും തുടങ്ങില്ല. നമ്മളൊരിക്കലും ഒരു പെർഫെക്റ്റ് സ്റ്റുഡൻ്റ് ആകുകയോ അല്ലെങ്കിൽ ഒരു ടോപ്പർ ആകേണ്ടതൊന്നും കാര്യമില്ല. പക്ഷേ കംപ്ലീറ്റ്ലി കെയർലെസ് ആവുന്നതാണ് പ്രശ്നം. കാരണം ലൈഫിൽ പല വേദനകളും ഫെയിലർ കൊണ്ടുവരുന്നതല്ല, അത് കുറച്ച് ശ്രമിച്ചിരുന്നെങ്കിൽ എന്ന പശ്ചാത്താപം പിന്നീട് ഉണ്ടാകും നിങ്ങൾക്ക്. അപ്പം വരുന്നതാണ് നിങ്ങളുടെ ലൈഫിലുള്ള പല വേദനകളും. അതുകൊണ്ട് പഠനത്തിൽ സീരിയസ് ആയി എടുക്കാത്തവരോട് ഞാൻ പറയാ, നിങ്ങൾ ഇപ്പം കൊടുക്കുന്ന ചെറിയ എഫേർട്ട് അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരു വലിയ സമ്പാദ്യമായി മാറും.